ഗൈസ്, നമ്മൾ നേരത്തെ കണ്ണുകൂട്ടി, പക്ഷെ ഞാനപ്പോൾ ഉറങ്ങായിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നറിയില്ല, നല്ല പച്ചപ്പ്, നല്ല എല്ലാം സംഭവിക്കുന്നു. നമ്മൾ ഇടുക്കി ക്യാമ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 നമുക്കൊരു 1.5 മണിക്കൂറിട്ട് സമയമുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ഇൻസ്ട്രക്ടർമാരുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. കാരണം ആദ്യമായിട്ടാണ് കാറിൽ വരുന്നത്. ഞങ്ങളൊന്നും പറഞ്ഞില്ല കാറിലാണ് ഇങ്ങോട്ട് വരാൻ പോണേന്ന്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് റിസ്ക് ഒന്നും എടുക്കേണ്ട വെച്ചിട്ട് നമ്മൾ 3 മണിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്കിനി സിമ്പിളൊക്കെ വരച്ച് ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്കിനി ആൾക്കാർ വരും. അവിടെ പ്രതീഷ് സാറും അമൽ മാഷും ഒക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ക്ലാസ് ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ സമയം 9:15 ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പഴയ സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ക്യാമ്പിൽ വന്ന് 2 പേര് ഇപ്പോൾ എത്തിയിരിക്കണേ. 4 പേര് ലീവ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്യാമ്പിലുള്ള ആൾക്കാർക്ക് അവരുടെ ഫോം ഫില്ല് ചെയ്യാണ്. നമുക്കൊരു 9:30 ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കണം. നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ് പേരൻസും തുടങ്ങാനായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് മൊത്തം 14 പേരാണുള്ളത്. നമ്മൾ 10 മൂവ്മെന്റ്സ് ആണ് പഠിച്ചത്. ഒരു കാര്യം കൂടി പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും തരില്ല, അടച്ചത് തരാം. കാരണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു കൊടുപ്പത്ത ലാഭവും. അപ്പോൾ നമ്മൾക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അല്ല, ആർക്കെങ്കിലും നിർത്താൻ തോന്നണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തുദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ തൊടുപുഴയാണ്. തൊടുപുഴ ഓറ ബോക്സിങ്ങിന്റെ തൊടുപുഴ ക്യാമ്പിലാണ് ജോയിൻ ചെയ്തത്. ഒരു ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നമ്മൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാതാണ്. നമ്മളെല്ലാവരും സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിസിക്കലി ആൻഡ് മെന്റലി ബോഡി ഫിറ്റ് ആവുന്നതിനെ പറ്റി ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും എൻ്റെ മോനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുമിച്ചാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, തൊഴിൽ തന്നെയാണ് വീട്. ആദ്യമായിട്ടാണ് ഒരു മാർഷൽ ആർട്സിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു നോർമൽ ക്ലാസ്സിനേക്കാൾ ഉപരി നമുക്ക് എങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായി. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ഭയങ്കര റെസ്പോൺസീവ് ആണ്. എപ്പോഴും സംശയം ചോദിക്കാം. അങ്ങനെ പിടിച്ചിട്ട പോലെ ഒരു ക്ലാസ് ഒന്നും അല്ല, ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വെള്ളം കുടിക്കുമ്പോൾ ആരും ചോദിക്കുകയൊന്നുമില്ല. പറഞ്ഞത് വളരെ നല്ലൊരു ക്ലാസ്സൊക്കെ ആയിരുന്നു. അതേപോലെ അവരുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും നല്ല എഫക്റ്റീവായിട്ടാണ് നമുക്ക് ചെയ്തു തന്നത്. അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെയാണ് വന്നത്. നല്ല ഫ്രണ്ട്ലി ഒരു അപ്രോച്ച്മെൻ്റ് ആയിരുന്നു. നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ ഡൗട്ടുകളൊക്കെ അവർ മാറ്റി തന്നു. ഇനിയിപ്പോൾ
അടുത്ത 23-ാം തീയതി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാകും, ഉറപ്പായിട്ട് ഞാൻ പങ്കെടുക്കും. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ആളുകൾ വന്ന് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഭാവിയിൽ എല്ലാവരും വന്ന് ഇതിൽ ചേരാൻ ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹായ്, എൻ്റെ പേര് കിരൺ, സ്ഥലം കോതമംഗലാണ്. അങ്ങനെ ഇന്ന് ഫസ്റ്റ് സെക്ഷൻ ഓറ ബോക്സിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ആദ്യമേ നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെ തീരും, ഒരു ക്ലാസ്സും കൊണ്ട് തന്നെ 3-4 പേരെ കീഴടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ സംശയങ്ങളെല്ലാം ഇന്ന് ക്ലാസ് കഴിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന അപ്കമിങ് ക്ലാസ്സിൽ എന്തായാലും ജോയിൻ ചെയ്യും. തീർച്ചയായും നല്ല ക്ലാസ്സായിരുന്നു. അതുപോലെ മെൻറ്റേഴ്സ് ആണെങ്കിലും നല്ലതായിരുന്നു. എല്ലാ സംശയങ്ങളും ഇവർ നല്ലപോലെ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും. താങ്ക് യു. സമയം ഇപ്പോൾ ഏകദേശം 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒക്ടോബർ മാസത്തെ അവസാന ക്യാമ്പായ തൊടുപുഴയിലെ YMCA ഓറ ബോക്സിംഗ് ക്യാമ്പ് ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി നല്ല നല്ല വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് പ്രൈവസി കാരണം അവരുടെ പേരുകൾ പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഒരു ചെറിയൊരു ക്ലൂ തരും. വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഇന്ന് വന്നത്. അതും 75,000K 20,000 അങ്ങനത്തെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ക്യാമ്പിലേക്ക് വന്നത്. അപ്പോൾ അറിഞ്ഞു തുടങ്ങി, ചെറുതായിട്ട് നന്നായിട്ട് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്കിനി എന്തായാലും ഇനി കാറിൽ പോകുമ്പോൾ കാണാം. അമൽ മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്, പ്രതീഷ് മാസ്റ്റർ. അപ്പോൾ നമുക്കിനി കാറിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോ ഏകദേശം അവിടെ എത്തി. നമ്മൾ ചാലക്കുടി കഴിഞ്ഞാൽ ചാലക്കുടിയൊക്കെ എത്താറായി. ചാലക്കുടി കഴിഞ്ഞു. ചാലക്കുടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞാൽ പാലിക്കലെത്തും. എന്നെ ഇറക്കി വിടാനാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ ഇതോടെ നമ്മുടെ ഒക്ടോബർ മാസത്തെ അവസാന ക്യാമ്പായി ഈ ക്യാമ്പിൻ്റെ വ്ളോഗ് അവസാനിക്കാനും എല്ലാവരും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാണ്, നമുക്ക് അടുത്ത മാസം 2 പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന റെഗുലർ ക്ലാസ്സസ് നവംബർ മാസത്തിൽ. ഒരെണ്ണം തിരൂരും, മലപ്പുറത്ത് തിരൂരും അഫ്സൽ മാസ്റ്ററും പ്രദീപ് മാസ്റ്ററും. ഇത് പറഞ്ഞാൽ കൊടകര ഞങ്ങൾ 2 പേരാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറ ബോക്സിനായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോൺ നമ്പറിൽ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കണം. അപ്പോൾ പിന്നെ ഒരു പുതിയ വ്ളോഗുമായി